യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങളെല്ലാവർക്കും അനുഗ്രഹം നിറഞ്ഞ നല്ല ഒരു പുതിയ പ്രഭാതം ആശംസിക്കുന്നു. ഇന്നത്തെ നമ്മുടെ അനുദിന പ്രഭാത തിരുവചന വായനയിലേക്ക്, ധ്യാനത്തിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ അനുദിന പ്രഭാത തിരുവചനം എന്ന് പറയുന്നത് പുറപ്പാട് പുസ്തകം 22-ാം അധ്യായം 20 മുതൽ 24 വരെയുള്ള തിരുവചന ഭാഗമാണ്. കരുണയുള്ള ദൈവം എങ്ങനെ ബലഹീനരെയും ദുഃഖിതരെയും സംരക്ഷിക്കുന്നു എന്ന അതിമനോഹരമായ ഒരു സന്ദേശമാണ് ഈ തിരുവചനത്തിൽ നാം കാണുന്നത്. ഇന്ന് ദൈവഹിതം എന്ത് എന്ന് ധ്യാനിച്ച് നമ്മുടെ ജീവിതത്തെ ദൈവഹിതത്തിനൊത്ത് സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം മുൻപോട്ട് നയിക്കാം. ഒരു നിമിഷം നമ്മുടെ തലകളെ വണക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഈ പുതിയ ദിവസത്തിനായി കർത്താവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഇപ്പോൾ ഞങ്ങൾ കേൾക്കുവാൻ പോകുന്ന ഈ തിരുവചനം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ജീവനുള്ളതാകണമേ. അങ്ങയുടെ ആത്മാവിനാൽ ഞങ്ങളെ അവിടുന്ന് നയിക്കണമേ. കരുണയും സ്നേഹവും നീതിയുമുള്ള ജീവിതം നയിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ, ആമേൻ. പുറപ്പാട് പുസ്തകം 22-ാം അധ്യായം 20 മുതൽ 24 വരെയുള്ള തിരുവചനങ്ങൾ. യഹോവയ്ക്ക് മാത്രമല്ലാതെ വേറെ ദൈവങ്ങൾക്ക് യാഗം കഴിക്കുന്നവനെ നിർമൂലമാക്കണം. പരദേശിയെ പീഡിപ്പിക്കരുത്, ഉപദ്രവിക്കുകയും അരുത്. നിങ്ങൾ മിസ്രയീം ദേശത്തു പരദേശികളായിരുന്നുവല്ലോ. വിധവയെയും അനാഥനെയും നിങ്ങൾ ക്ലേശിപ്പിക്കരുത്. അവരെ വല്ല പ്രകാരത്തിലും ക്ലേശിപ്പിക്കുകയും അവർ എന്നോട് നിലവിളിക്കുകയും ചെയ്താൽ ഞാൻ അവരുടെ നിലവിളി കേൾക്കും. എൻ്റെ കോപവും ജ്വലിക്കും. ഞാൻ വാൾ കൊണ്ടു നിങ്ങളെ കൊല്ലും. നിങ്ങളുടെ സ്ത്രീകൾ വിധവമാരും നിങ്ങളുടെ പൈതങ്ങൾ അനാഥരുമായി തീരും. ആമേൻ, ഹല്ലേലൂയ. പ്രിയരേ, ഇന്നത്തെ ഈ വചനഭാഗത്തിൽ ദൈവം വളരെ വ്യക്തമായി ഒരു കാര്യം നമ്മെ പഠിപ്പിക്കുന്നു. ബലഹീനരെയും സഹായമില്ലാത്തവരെയും ഒരിക്കലും ഉപദ്രവിക്കരുത് എന്ന്. അന്യജാതിക്കാർ, വിധവ, അനാഥൻ, സമൂഹത്തിൽ അധികം സഹായം ലഭിക്കാതെ പോകുന്നവരെയാണ് ഈ വചനത്തിൽ പരാമർശിച്ചിരിക്കുന്നത്. അവരുടെ കണ്ണുനീർ ദൈവം കാണുന്നുണ്ട്. അവരുടെ നിലവിളി ദൈവം കേൾക്കുന്നുമുണ്ട്. ദൈവം വെറും ആരാധന മാത്രം ആഗ്രഹിക്കുന്നില്ല. മനുഷ്യരോടുള്ള കരുണയും നീതിയും സ്നേഹവും കൂടിയാണ് ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഇന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് ഈ വചനം കേൾക്കുമ്പോൾ നമ്മുടെ വാക്കുകൾ കൊണ്ട് ആരെയെങ്കിലും വേദനിപ്പിക്കുന്നുണ്ടോ? സഹായം ആവശ്യമായ ഒരാളെ നാം അവഗണിക്കുന്നുണ്ടോ? നമ്മുടെ വീട്ടിലും ജോലിസ്ഥലത്തും സമൂഹത്തിലും നാം കരുണയുള്ളവരാണോ? ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഇതാണ്: നീ മറ്റുള്ളവരോട് കാണിക്കുന്ന സമീപനം ഞാൻ കാണുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് നമുക്ക് ഒരു തീരുമാനമെടുക്കാം. വേദനിക്കുന്നവർക്ക് ആശ്വാസമാകാം, ഒറ്റപ്പെട്ടവർക്ക് കൂട്ടായിരിക്കാം. കരുണയില്ലാത്ത ലോകത്തിൽ ക്രിസ്തുവിൻ്റെ സ്നേഹം പ്രകടമാക്കുന്നവരായി തീരാം. ദൈവം കരുണയുടെ ദൈവമാണ്. കരുണ കാണിക്കുന്നവരെ ദൈവം അനുഗ്രഹിക്കുകയും ചെയ്യും. നമ്മുടെ തലകളെ ദൈവം മുൻപാകെ വണങ്ങി നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, ഇന്നത്തെ തിരുവചനത്തിലൂടെ അങ്ങ് ഞങ്ങളോട് സംസാരിച്ചതിന് നന്ദി. ബലഹീനരെയും ദുഃഖിതരെയും അവഗണിക്കാതെ സ്നേഹിക്കുവാനുള്ള നല്ല ഒരു ഹൃദയം തമ്പുരാനെ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ വാക്കുകളിലും പ്രവൃത്തികളിലും ക്രിസ്തുവിൻ്റെ സ്നേഹം പ്രകടമാകട്ടെ. വേദനിക്കുന്നവരെ ആശ്വസിപ്പിക്കുവാനും സഹായം ആവശ്യമുള്ളവർക്ക് കൈത്താങ്ങാകുവാനും തമ്പുരാനെ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ രോഗികളായവരെ അവിടുന്ന് സ്പർശിക്കണമേ. ഒറ്റപ്പെട്ടവർക്ക് സമാധാനം നൽകണമേ. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് പുതുവഴികളെ തുറന്നു നൽകണമേ. ഇന്നത്തെ ദിവസം മുഴുവൻ അങ്ങയുടെ കാവലിലും കൃപയിലും
ഞങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പാപത്തിൽ നിന്നും പരീക്ഷയിൽ നിന്നും ഞങ്ങളെ അവിടുന്ന് കാത്തുകൊള്ളണമേ. കരുണയിലും വിശുദ്ധിയിലും നടക്കുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോട് കേൾക്കണം പിതാവേ. ആമേൻ.